ഫ്രണ്ട്സ്, പുലരി ടേസ്റ്റ് ടൈംസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ആദ്യമായി നമുക്ക് ഇതിന് വേണ്ട ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിനായി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആദ്യമേ എടുക്കാം. വേണമെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൊടിയും ചേർക്കാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ്. പിന്നീട് നമുക്ക് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 മുതൽ 3 ടേബിൾ സ്പൂണോളം തൈര്, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി. ഇതെല്ലാം കൂടി നല്ലതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടി ചിക്കൻ പീസിലേക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളമാണ് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് ഇത് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള റൈസ്, അതായത് ഏകദേശം ഒരു 4 കപ്പോളം ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. അങ്ങനെ കുതിർത്ത് വെച്ച ശേഷം നമ്മളത് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സവോള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് നല്ലതുപോലെ ഇളക്കി വെച്ച് വേവിക്കാം. ഇതേ സമയം നമുക്ക് ഒരു ബിരിയാണി പാത്രത്തിൽ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് വേവിച്ചെടുക്കാം. ഞാൻ ഈ പാനിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതിലേക്ക് നമ്മൾ ഗരം മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, പിന്നെ ഒരു ബേ ലീഫ്. ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവോള ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അരി ഏകദേശം അരമണിക്കൂറാണ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത്. അരമണിക്കൂർ കഴിയുമ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് അരി ഊറ്റി മാറ്റി വയ്ക്കാവുന്നതാണ്. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ സവോള നന്നായി വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി, ഏകദേശം 1 ടേബിൾ സ്പൂണോളം മതിയാവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതും നന്നായി വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി കുറേശ്ശെയായിട്ട് ഇട്ട് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം ഒന്ന് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആകണം അരി. എന്നാലേ നമ്മൾ ബിരിയാണി വേവിക്കുമ്പോൾ അത് കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ഈ എണ്ണയിലിട്ട് കുറച്ച് സമയം ഒന്ന് അരിയും കൂടി വഴറ്റിയെടുക്കുന്നത്.
അരി ഏകദേശം ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതിയാകും. അതിനുശേഷം നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന 8 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അതും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഈ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം മൂടി വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റ് ഓളം മതിയാവും ഈ റൈസ് വെന്ത് വരാൻ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൽ വെള്ളം പറ്റിയിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ വെള്ളം പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടി വെച്ച് നല്ലതുപോലെ വെള്ളം പറ്റി ഇത് അരി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരി ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ചിക്കനും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ല കുറുകി വരുമ്പോൾ നമുക്ക് ചിക്കനും അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ റൈസും ചിക്കനും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇത് ദമ്മാക്കി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ബിരിയാണിയായിട്ട് നമുക്ക് ഇനി റെഡിയാക്കി എടുക്കാം. വേണമെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിൽ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് റൈസും ഒക്കെ പല ലെയറായിട്ട് ചേർക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് കുറച്ച് റൈസ് എടുത്ത് മാറ്റിയ ശേഷം ഏകദേശം പകുതിയോളം റൈസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആദ്യം എടുത്ത് മാറ്റിയ റൈസ് ആ ചിക്കൻ്റെ മുകളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഞാനിപ്പോൾ ഇവിടെ റൈസെല്ലാം നല്ലതുപോലെ നിരത്തി നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ചേർത്ത് ആവശ്യമെങ്കിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ എളുപ്പമുണ്ടാക്കാൻ കഴിയുന്നതാണ്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.